ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. PM ശ്രീ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന CPIയെ അനുനയിപ്പിക്കാൻ CPM. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി. PM ശ്രീ വിഷയത്തിൽ CPM-ഉം CPI-യും ഒത്തുകളിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. മണ്ണുത്തിയിൽ വൻ കവർച്ച. ബസ് ഉടമയെ ആക്രമിച്ച് കാറിലെത്തിയ സംഘം 75 ലക്ഷം കവർന്നു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള നിരക്ക് കൂട്ടാൻ നീക്കം. ഇത് സംബന്ധിച്ച സെക്രട്ടറിയുടെ സർക്കുലർ കൌൺസിലർമാർക്ക് ലഭിച്ചു. വെള്ളക്കരം കൂട്ടാൻ നീക്കം നടക്കുന്നത് ഓഡിറ്റ് പരാമർശം ചൂണ്ടിക്കാട്ടി. ദേശീയപാത ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. സിഗ്നൽ ശ്രദ്ധിക്കാതെ കടന്ന വാഹനങ്ങൾ കൂട്ടിയിടിച്ച ഒരാൾക്ക് പരിക്ക്. എടമുട്ടത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് വീണ വീട്ടമ്മ ടിപ്പർ ലോറി ഇടിച്ചു മരിച്ചു. സഹപ്രവർത്തകയുടെ പരാതിയിൽ അച്ചടക്ക നടപടി നേരിട്ട തൃശൂരിലെ മുൻ DYFI നേതാവിനെ CPM ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു. കൊടകര ഏരിയ കമ്മിറ്റി അംഗമായാണ് NV വൈശാഖിനെ തിരിച്ചെടുത്തത്. ഗുരുവായൂർ ആനത്താവളത്തിൽ ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി. കൊമ്പൻ രവികൃഷ്ണയാണ് ഇടഞ്ഞത്. വിശദമായ വാർത്തകളിലേക്ക്. PM ശ്രീ വിഷയത്തിൽ CPM-ഉം CPI-യും ഒത്തുകളിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് രണ്ട് പാർട്ടികളും നടത്തുന്നത്. CPI LDF-ൽ തന്നെ നിൽക്കും. എത്രയൊക്കെ ശ്രമിച്ചാലും അയ്യപ്പൻ വിടില്ലെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന കാര്യമാണ്. കരിക്കുലം നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതിൽ കേന്ദ്രത്തിന്റെ ഇടപെടലില്ല. പല സ്കൂളുകളും തിളങ്ങുന്നുവെന്ന് സർക്കാർ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്. അത് കേന്ദ്രത്തിന്റെ ഫണ്ട് കൊണ്ടാണെന്ന് മന്ത്രി പറഞ്ഞു. PM ശ്രീ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന CPIയെ അനുനയിപ്പിക്കാൻ ശ്രമം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി CPI ആസ്ഥാനത്തെത്തി. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മന്ത്രി GR അനിൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ലെന്നാണ് സൂചന. PM ശ്രീയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന ആവശ്യം ബിനോയ് വിശ്വം ചർച്ചയിൽ വീണ്ടും ഉന്നയിച്ചു. അതേസമയം പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് വി ശിവൻകുട്ടി ചർച്ചകൾക്കു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. PM ശ്രീ വിഷയത്തിൽ ദില്ലിയിൽ ഇരു പാർട്ടികളുടെയും ജനറൽ സെക്രട്ടറിമാർ ചർച്ച നടത്തി. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയതിൽ ABVP പ്രവർത്തകർ തൃശൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നടുവിലാൽ പരിസരത്ത് നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പ്രതീകാത്മകമായി പൊന്നാടയണിയിച്ചും മധുരം നൽകിയുമാണ് പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിച്ചത്. തുടർന്ന് സ്വരാജ് റൌണ്ട് ചുറ്റി പ്രകടനവും നടന്നു. പദ്ധതി നടപ്പിലാക്കിയത് ABVP-യുടെ സമര വിജയമാണെന്ന് സംഘടന അവകാശപ്പെട്ടു. പദ്ധതിയിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കുന്നത് 1500 കോടിയോളം രൂപയാണ്. ഇത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമാകുമെന്നും സംഘടന അഭിപ്രായപ്പെട്ടു. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ S. അക്ഷയ്, R. അശ്വതി, ജില്ലാ സെക്രട്ടറി യദു കൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം വിഘ്നേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണുത്തിയിൽ ബസ് ഉടമയെ ആക്രമിച്ച് കാറിലെത്തിയ സംഘം 75 ലക്ഷം രൂപ കൊള്ളയടിച്ചു. അറ്റ്ലസ് ട്രാവൽസ് ഉടമ എടപ്പാൾ സ്വദേശി മുബാറക്കിന്റെ പണമാണ് കൊള്ളയടിച്ചത്. ഇന്ന് പുലർച്ചെ 4:30-യോടെയാണ് സംഭവം. ബാംഗ്ലൂരിൽ നിന്ന് ബസ് വിറ്റ് കിട്ടിയ പണവുമായി മുബാറക്ക് എത്തിയത് മണ്ണുത്തി പോലീസ് സ്റ്റേഷനു സമീപത്തെ CD മെഡിക്കൽ ഷോപ്പിന് മുന്നിലെത്തി. മുബാറക്ക് പണമടങ്ങിയ ബാഗ് മെഡിക്കൽ ഷോപ്പിന്റെ പുറത്ത് സൈഡിൽ വെച്ച് ശുചിമുറിയിലേക്ക് പോയി. ഈ സമയമാണ് തൊപ്പി ധരിച്ചെത്തിയ യുവാവ് പണമടങ്ങിയ ബാഗ് എടുത്തുകൊണ്ടുപോയത്. ബാഗ് കൊണ്ടുപോകുന്നത് കണ്ട് പിന്നാലെ ഓടിച്ചെന്ന മുബാറക്കിനെ കാറിലുണ്ടായിരുന്ന മറ്റു 3 പേർ ഇറങ്ങിവന്ന് മർദ്ദിക്കുകയും പണമടങ്ങിയ ബാഗുമായി പ്രതികൾ കടന്നുകളയുകയും ചെയ്തു. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ദേശീയപാത കേന്ദ്രീകരിച്ച് കുഴൽപ്പണം തട്ടുന്ന സംഘത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ചാരനിറത്തിലുള്ള ഇന്നോവ കാറിലാണ് കവർച്ചാ സംഘമെത്തിയത്. വാഹനത്തിന്റെ മുന്നിലും പിന്നിലും എഴുതിയ നമ്പർ വ്യാജമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
ഒല്ലൂർ ACP സുധീരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതേസമയം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. മുബാറക്കിന്റെ കാർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. നന്ദിക്കരയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. നന്ദിക്കര പറപ്പൂക്കര റോഡിൽ കോമത്തുകാട്ടിൽ നവൽ കിഷോറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ശനിയാഴ്ച രാവിലെ വീട്ടുകാർ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് അടക്കം മോഷണം പോയതായി വീട്ടുകാർ പറയുന്നു. വിലപിടിപ്പുള്ളതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട റൂറൽ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുന്നംകുളം തെക്കേപ്പുറത്ത് പൂട്ടിക്കിടന്ന 2 വീടുകൾ കുത്തിത്തുറന്ന് മോഷണശ്രമം. തെക്കേപ്പുറം മനന്തൻ വീട്ടിൽ ബാബുവിന്റെ വീട്ടിലും തെക്കേപ്പുറം പറക്കാട്ട് വീട്ടിൽ ലീലയുടെ വീട്ടിലുമാണ് മോഷണശ്രമം നടന്നത്. ബാബുവിന്റെ വീടിന്റെ വാതിൽ തിക്കിത്തുറന്ന മോഷ്ടാവ് അകത്ത് കയറി അലമാരയിലെ സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലായിരുന്നു. വീടിന്റെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് വസ്തുക്കൾ ഉപയോഗിച്ചാണ് വാതിലുകൾ തുറക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള നിരക്ക് കൂട്ടാൻ നീക്കം. ഇത് സംബന്ധിച്ച സെക്രട്ടറിയുടെ സർക്കുലർ കൌൺസിലർമാർക്ക് ലഭിച്ചു. നേരത്തെ നടന്ന കൌൺസിൽ യോഗത്തിൽ സെക്രട്ടറിയുടെ കത്ത് തള്ളിയതിനെ തുടർന്നാണ് വീണ്ടും പുതിയ നീക്കം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി കുടിവെള്ള നിരക്ക് കൂട്ടണമെന്ന അഭിപ്രായം രേഖപ്പെടുത്താതെ പ്രതിപക്ഷ കൌൺസിലർമാർക്ക് കോർപ്പറേഷൻ സെക്രട്ടറി സർക്കുലർ അയച്ചു. ഓഡിറ്റ് പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി പ്രതിപക്ഷ കൌൺസിലർമാർക്ക് സർക്കുലർ അയച്ചത്. എന്നാൽ ആ സെക്രട്ടറിയുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ പറഞ്ഞു. കൌൺസിലർമാരെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും തീരുമാനമെടുക്കാൻ സെക്രട്ടറിക്ക് എന്തധികാരമാണുള്ളതെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ ചോദിച്ചു. കുടിവെള്ള നിരക്ക് കൂട്ടണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കുവാനുള്ള അധികാരം കൌൺസിലിനാണെന്നിരിക്കെ സെക്രട്ടറിയുടെ സർക്കുലർ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ കൌൺസിലർ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. കുടിവെള്ള നിരക്ക് കൂട്ടാനുള്ള ശ്രമം കൌൺസിലിനകത്ത് ഇതിനു മുന്നേ CPM ഭരണസമിതി ശ്രമിച്ചപ്പോൾ ആ ശ്രമത്തെ പ്രതിപക്ഷ കൌൺസിലർമാർ വലിയ പ്രതിഷേധത്തോടുകൂടി എതിർക്കുകയും ആ ശ്രമത്തെ പരാജയപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറി ഉപയോഗിച്ച് കൌൺസിലർമാർക്ക് നേരെ ഭീഷണി ഉത്തരവിറക്കി കുടിവെള്ള നിരക്ക് കൂട്ടാനാണ് CPM ഭരണസമിതി ശ്രമിക്കുന്നത്. കോർപ്പറേഷൻ സെക്രട്ടറി CPMന്റെ ആജ്ഞാനുവർത്തിയായി കൌൺസിലിന് മുകളിൽ പറക്കുവാനാണ് ശ്രമിക്കുന്നത്. ഈ നീക്കം അനുവദിക്കുന്ന പ്രശ്നമില്ല. ഓഡിറ്റിന്റെ മറവിൽ ജനങ്ങളുടെ പേരിൽ അധിക കുടിവെള്ള നിരക്ക് അടിച്ചേൽപ്പിക്കാനാണ് CPM ഭരണസമിതി നീക്കം നടത്തുന്നത്. കൌൺസിലർമാരെ ഭീഷണിപ്പെടുത്തി കുടിവെള്ള നിരക്ക് വർദ്ധിപ്പിക്കുവാനുള്ള മേയറുടെയും CPMന്റെയും ശ്രമം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ കോൺഗ്രസ് കൌൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. കുടിവെള്ള നിരക്ക് വർദ്ധിപ്പിക്കാൻ നിയമപരമായ ബാധ്യതയില്ലെന്നിരിക്കെ നിരക്ക് കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ പറഞ്ഞു. വിഷയം തിങ്കളാഴ്ച നടക്കുന്ന കൌൺസിൽ യോഗത്തിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെക്കും. TCV ന്യൂസ്, തൃശൂർ. പുതുക്കാട് സെന്ററിൽ 1 മണിക്കൂറിനിടെ 4 അപകടങ്ങൾ. ഒരാൾക്ക് പരിക്കേറ്റു. ടാങ്കർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് പുതുക്കാട് സ്വദേശിക്ക് പരിക്കേറ്റത്. പുതുക്കാട് കാഞ്ഞൂർ സ്വദേശി മൂർക്കനാട്ടുകരക്കാരൻ വീട്ടിൽ തോമസിനാണ് പരിക്ക്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ തോമസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞൂർ റോഡിൽ നിന്ന് ദേശീയപാത മുറിച്ചു കടക്കുകയായിരുന്ന സ്കൂട്ടറിൽ ചാലക്കുടി ഭാഗത്ത് നിന്ന് വന്ന ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ലോറിയിൽ കുടുങ്ങിയ സ്കൂട്ടറിൽ നിന്ന് വീണ് തോമസിന്റെ കാലിൽ ലോറിയുടെ മുൻചക്രം കയറി. നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. പുതുക്കാട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. സ്വകാര്യ ബസും ബൈക്കും KSRTC ബസും ബൈക്കും 2 ഇരുചക്ര വാഹനങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനിടയിലാണ് 4 അപകടങ്ങളും സംഭവിച്ചത്. ആമ്പല്ലൂർ മുതൽ പുതുക്കാട് സെന്റർ കടന്നും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ഇതിനിടെ സിഗ്നൽ ശ്രദ്ധിക്കാതെ വാഹനങ്ങൾ കടക്കാൻ ശ്രമിച്ചതാണ് അപകടങ്ങൾക്കിടയാക്കിയത്. നിയന്ത്രണം വിട്ട് സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് വീണ യുവതി ടിപ്പർ ലോറി ഇടിച്ചു മരിച്ചു. ചാമക്കാല സ്വദേശി ചെറുവട്ടത്ത് ഉബൈദുവിന്റെ ഭാര്യ 45 വയസ്സുള്ള സബീനയാണ് മരിച്ചത്. എടമുട്ടം ക്ഷേത്രത്തിനു സമീപം ദേശീയപാതയിൽ മകനുമൊത്ത് സ്കൂട്ടറിൽ പോകുന്നതിനിടയിലായിരുന്നു അപകടം. സ്കൂട്ടർ റോഡിലെ ചെളിയിലകപ്പെട്ട് നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് പുറകിലിരിക്കുകയായിരുന്ന സബീന റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇതേസമയം പുറകിൽ നിന്ന് വന്നിരുന്ന ടിപ്പർ ലോറി സബീനയുടെ ദേഹത്തിടിച്ചു. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് വലപ്പാട് ദയ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലപ്പാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ലൈംഗികാരോപണ പരാതിയെ തുടർന്ന് അച്ചടക്ക നടപടി നേരിട്ട തൃശൂരിലെ മുൻ DYFI നേതാവിനെ CPM ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു. DYFI മുൻ ജില്ലാ സെക്രട്ടറി NV വൈശാഖിനെയാണ്
കൊടകര ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തത്. വൈശാഖനെ ഏരിയ കമ്മിറ്റിയിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പരാതിയെ തുടർന്ന് 1 വർഷം മുൻപാണ് CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വൈശാഖനെ തരം താഴ്ത്തിയത്. ഗുരുതരമായ ആരോപണങ്ങളാണ് വനിതാ നേതാവ് ചൂണ്ടിക്കാട്ടിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐയുടെ മുഴുവൻ ചുമതലകളിൽ നിന്നും വൈശാഖനെ നീക്കിയിരുന്നു. CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തിരുന്നു. പാർട്ടിയുടെ ചാനൽ ചർച്ചകളിലടക്കം പങ്കെടുത്തിരുന്ന വൈശാഖനെ ഇതുമായി ബന്ധപ്പെട്ട് പാനൽ ലിസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയും ചെയ്തു. ആഴ്ചകൾക്ക് മുൻപാണ് ചാനൽ ചർച്ചയ്ക്കുള്ള പാനൽ ലിസ്റ്റിലേക്ക് ഇദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവന്നത്. ഗുരുവായൂർ ആനത്താവളത്തിൽ ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി. കൊമ്പൻ രവികൃഷ്ണയാണ് ഇടഞ്ഞത്. പ്രതിമാസ പരിശോധനയുടെ ഭാഗമായി ആനയുടെ തൂക്കം നോക്കാൻ വെയിങ് ബ്രിഡ്ജിൽ കയറ്റിയതായിരുന്നു. ഇത് ഇളകിയതോടെ ആന വിരണ്ടു. ഇറങ്ങാൻ കൂട്ടാക്കാതെ ആന പരാക്രമമായി. പാപ്പാന്മാർ ഏറെ പാടുപെട്ട് ആനയെ ഇറക്കി കെട്ടുംതറിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ കെട്ടുംതറിയിൽ കയറാതെ ആന പരാക്രമം തുടർന്നു. ഇതോടെ സന്ദർശകരെ പുറത്താക്കി ആനത്താവളത്തിൻ്റെ ഗേറ്റ് അടച്ചു. 1 മണിക്കൂറിനുള്ളിൽ പാപ്പാന്മാർ വരുതിയിലാക്കിയെങ്കിലും കെട്ടുംതറിയിൽ കയറാൻ ആന തയ്യാറായില്ല. ഒടുവിൽ ആനത്താവളത്തിൻ്റെ തെക്കേ പറമ്പിനോട് ചേർന്നുള്ള നടപ്പാതയ്ക്കരികിലെ ആൽമരത്തിൽ തളച്ചു. ആന ശാന്തനായതോടെ നടപ്പാതയിൽ കിടത്തി കുളിപ്പിച്ചു. ഈ സമയം സന്ദർശകർക്ക് നടപ്പാതയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. കുളി കഴിഞ്ഞ ആനയെ ക്ഷേത്രത്തിൽ രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് കൊണ്ടുപോയി. ഇടഞ്ഞ ആനയെ മണിക്കൂറുകൾക്കുള്ളിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയത് വിമർശനത്തിന് ഇടയാക്കി. 20 വർഷത്തോളമായി രവികൃഷ്ണയുടെ 1-ാം പാപ്പാനായിരുന്ന ശ്രീകുമാരനെ മാറ്റി 1.5 മാസം മുൻപ് CC ഉണ്ണിയെ ചട്ടക്കാരനാക്കി നിയോഗിച്ചു. കഴിഞ്ഞ ദിവസം ചരിഞ്ഞ ഗോകുൽ എന്ന ആനയുടെ 2-ാം പാപ്പാനായിരുന്നു CC ഉണ്ണി. ഗോകുലിനെ അസുഖം മൂർച്ഛിച്ച സമയത്താണ് ഉണ്ണിയെ രവികൃഷ്ണയിലേക്ക് മാറ്റിയത്. രാഷ്ട്രീയ സ്വാധീനത്താൽ പാപ്പാനെ മാറ്റിയത് ആനപ്രേമികൾക്കിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ചട്ടക്കാരൻ മാറുന്ന സമയത്ത് ആന ക്രൂരമായ പീഡനത്തിനിരയായതായും ആരോപണമുണ്ട്. TCV ഗുരുവായൂർ. ഇടവേള. Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband and innovative smart solutions on November 6, 7, 8, 2025 at Rajiv Gandhi Indoor Stadium, Kadavantara, Kochi, Kerala. Product presentations, technical classes, broadcast meet and many more exciting sessions. Mega Cable Fest. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ആറ്റൂർ അറഫ സ്കൂളിൽ നടക്കുന്ന തൃശൂർ ജില്ലാ സഹോദയ കലോത്സവത്തിൽ തൃശൂർ ദേവമാതാ പബ്ലിക് സ്കൂൾ മുന്നേറ്റം തുടരുന്നു. തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളാണ് 2ാം സ്ഥാനത്ത്. തൃശൂർ നിർമ്മലമാതാ സെൻട്രൽ സ്കൂൾ, ചിന്മയ വിദ്യാലയം കോലഴി, ചിറ്റിലപ്പള്ളി IES പബ്ലിക് സ്കൂൾ എന്നീ വിദ്യാലയങ്ങളാണ് തൊട്ടുപിന്നിൽ. 5 കാറ്റഗറികളിലായി 84 ഇനങ്ങളാണ് ഇതുവരെ പൂർത്തിയായത്. കലോത്സവം ഇന്ന് സമാപിക്കും. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവം അല്പസമയത്തിനകം സമാപിക്കും. സമാപന ദിനമായ ഇന്ന് ഗോത്രകലകൾ, സംഘഗാനം, തിരുവാതിര, കഥാപ്രസംഗം തുടങ്ങിയ മത്സരങ്ങളാണ് അരങ്ങേറിയത്. മുക്കാട്ടുകരയിലെ വിവിധ സ്കൂളുകളിൽ 4 ദിവസങ്ങളിലായി നടന്ന കലാമേളയിൽ 4600 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സമാപന സമ്മേളനം P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച സമാപിച്ച സംസ്കൃതം കലോത്സവത്തിൽ UP വിഭാഗത്തിൽ മുക്കാട്ടുകര സെന്റ് ജോർജസ് UP സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ തൃശൂർ സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളും 1ാം സ്ഥാനം നേടി. കണ്ട
തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രമേള ആൻഡ് കേരള സ്കൂൾ സ്കിൽ ഫെസ്റ്റിവൽ ഈ മാസം 28-29 തീയതികളിൽ ചാവക്കാടും ഗുരുവായൂരുമായി നടക്കും. മേളയുടെ ഉദ്ഘാടനം മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിക്കും. NK അക്ബർ MLA അധ്യക്ഷതയിൽ കേരള സ്കൂൾ സ്കിൽ ഫെസ്റ്റിവലിൽ 52 സ്കൂളുകളിൽ നിന്നായി 500ഓളം കുട്ടികൾ പങ്കെടുക്കും. 60 സ്റ്റാളുകളിൽ പ്രദർശനവും വിൽപ്പനയും ഉണ്ടാകും. 19 ഇനങ്ങളിൽ തൊഴിൽ നൈപുണ്യങ്ങളുടെ മത്സരങ്ങളും വിനോദങ്ങളും കരിയർ ഫെസ്റ്റും ഉണ്ടാകും. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനം MLA NK അക്ബർ നിർവഹിച്ചു. ചാവക്കാട് PWD ഗസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷനായി. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, DEO T രാധ, AEO VB സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. PK മുജീബ് റഹ്മാന്റെ ലോഗോയായാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ദേശീയപാത എടക്കഴൂർ സർവീസ് റോഡിലെ ഗർത്തം കരാർ കമ്പനി അടച്ചു. TCB വാർത്തയെ തുടർന്നാണ് നടപടി. ഇന്നലെ വൈകിട്ട് കരാർ കമ്പനിയുടെ ജീവനക്കാരെത്തി മണ്ണും മെറ്റലും ഉപയോഗിച്ച് കുഴിയടച്ചു. കുഴിയിൽ വീണ് നിരവധി ഇരുചക്രവാഹന യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. പൊതുജനാരോഗ്യരംഗത്ത് വലിയ പരിപാലനമാണ് കേരളം നടത്തുന്നതെന്ന് കോർപ്പറേഷൻ മേയർ MK വർഗീസ് പറഞ്ഞു. അയ്യന്തോൾ SN പാർക്ക് കോർപ്പറേഷൻ ഹോമിയോ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മേയർ. അലോപ്പതി, ആയുർവേദ, ഹോമിയോ ചികിത്സാ രംഗത്തെ മികവാണ് നമ്മെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ടു നിർത്തുന്നത്. എല്ലാ ആശുപത്രികളും ഹൈടെക് രീതിയിലേക്ക് മാറുകയാണെന്നും കേരളത്തിലെ തന്നെ ഒന്നാമത്തെ ആശുപത്രിയായി തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള ജില്ലാ ആശുപത്രി മാറിക്കഴിഞ്ഞുവെന്നും മേയർ പറഞ്ഞു. ഹോമിയോ ആശുപത്രിയിലെ യോഗ ഹാൾ, കോൺഫറൻസ് ഹാൾ, ജീവനക്കാരുടെ റെസ്റ്റ് റൂം, വാഷ്റൂം സൗകര്യം ഉൾപ്പെടെ നിർമ്മാണം പൂർത്തീകരിച്ച 1ാം നിലയുടെയും ടൈൽസ് വിരിച്ച് നവീകരിച്ചതിന്റെയും ഉദ്ഘാടനം മേയർ നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK ഷാജൻ, കൗൺസിലർ AR രാഹുൽനാഥ്, ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VV ബിനി, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യോഗ ക്ലാസ്സിൽ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കപ്പെട്ട അനേഡ എന്ന വിദ്യാർത്ഥിനിയുടെയും മറ്റ് പഠിതാക്കളുടെയും യോഗ പ്രദർശനവും നടന്നു. കേരള ആയുഷ് കായകൽപ അവാർഡ് 2025 1ാം സ്ഥാനം ലഭിച്ചതും അയ്യന്തോൾ SN പാർക്കിലുള്ള ഹോമിയോ ആശുപത്രിക്കാണ്. TCV ന്യൂസ്, തൃശൂർ. കൊച്ചിൻ ദേവസ്വം കാർമിക് സംഘ് BMSന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിലെ ബോർഡ് ആസ്ഥാനത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലെയും സെൻട്രൽ സ്റ്റോക്കിലെയും സ്വർണം, വെള്ളി ഉരുപ്പടികൾ വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച് പുനർമൂല്യനിർണ്ണയം നടത്തുക, അന്യാധീനപ്പെട്ടുപോയ ദേവസ്വം ഭൂമിയും കെട്ടിടങ്ങളും എത്രയും വേഗം തിരിച്ചുപിടിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. BMS സംസ്ഥാന ഉപാധ്യക്ഷൻ CG ഗോപകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു, BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, യൂണിയൻ ഭാരവാഹികളായ MK ഉണ്ണികൃഷ്ണൻ, P ബാലകൃഷ്ണൻ, K രമേശ് മാരാർ എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്ത് CV ശ്രീരാമൻ സാംസ്കാരിക നിലയത്തിന് തറക്കല്ലിട്ടു. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ VK ശ്രീരാമൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു, നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ, ഗാനരചയിതാവ് PK ഹരിനാരായണൻ, നഗരസഭാ വൈസ് ചെയർമാൻ സൗമ്യ അനിലൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ TB സെന്ററിന്റെയും ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെയും നേതൃത്വത്തിൽ തൃശൂർ അരിയങ്ങാടിയിൽ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ പ്രസിഡന്റ് MR രാജൻ, യൂണിയൻ ഏരിയ പ്രസിഡന്റ് K മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ പൂജ K അമൽ മെഡിക്കൽ പരിശോധനയ്ക്കും ബോധവൽക്കരണ ക്ലാസിനും TS സുനിത, സാലി എന്നിവരും നേതൃത്വം നൽകി. വീടിന് ചുറ്റും പറമ്പിലുമായി ഒരു തുണ്ട് സ്ഥലം പോലും പാഴാക്കാതെ കൃഷി ചെയ്ത് വരുമാനമുണ്ടാക്കുകയാണ് അരിമ്പൂർ സ്വദേശിയായ യുവാവ്. പുതിയ പരീക്ഷണമായി കംബോഡിയൻ മുന്തിരിയുടെ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. അരിമ്പൂർ ചാലിശ്ശേരി കുറ്റൂക്കാരൻ ദേവസിയുടെയും എൽസിയുടെയും മകനായ ഋതുൽ 15ാം വയസ്സു മുതൽ കൃഷിയിൽ സജീവമാണ്. ബിരുദ പഠനത്തിന് ശേഷം കൃഷിയിൽ മുഴുകി. പുതുമകൾ പരീക്ഷിച്ചും ചെറിയ ഇടങ്ങളിൽ പോലും കൃഷി ചെയ്തും വരുമാനമുണ്ടാക്കാമെന്ന്
ഋതുൽ ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. വീടിരിക്കുന്ന 11 സെന്റ് സ്ഥലത്ത് മുഴുവൻ കൃഷിയാണ്. മഞ്ഞൾ, ഇഞ്ചി, ചെണ്ടുമല്ലി, കറിവേപ്പില, ഡ്രാഗൺ ഫ്രൂട്ട്, കറ്റാർവാഴ, കൂവ, ചേമ്പ് തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ കൂടാതെ തേനീച്ച വളർത്തൽ, മീൻ വളർത്തൽ, കോഴി, താറാവ്, പ്രാവ്, പശു, കിടാരി എന്നിവയുമുണ്ട്. വീടിന് ചുറ്റും വീടിനോട് ചേർന്നുമുള്ള 2 ഏക്കർ പറമ്പിലുമായാണ് കൃഷി. ജൈവവളങ്ങൾ ഉപയോഗിച്ചാണ് കൃഷി. ഞാൻ ചെറുപ്പം മുതലേ കൃഷിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. വീടുള്ള സ്ഥലത്ത് ഒരുവിധം എല്ലാ പച്ചക്കറികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ജീവജാലങ്ങൾ നമുക്ക് വീട്ടിലുണ്ട്. 2 ഏക്കർ നെൽ കൃഷി ചെയ്യുന്നുണ്ട്. ആ നെല്ല് നമ്മൾ കുത്തി അരിയാക്കിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചായത്തിലെ മികച്ച യുവ കർഷകൻ, മികച്ച ജൈവ കർഷകൻ, കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങൾ ഋതുലിനെ തേടിയെത്തിയിട്ടുണ്ട്. 1 വർഷം മുൻപ് ഋതുൽ കംബോഡിയൻ മുന്തിരിയുടെ ചെടികൾ വാങ്ങി നട്ടിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ പൂവിട്ട ചെടിയിൽ ഇപ്പോൾ മുന്തിരികൾ തളിർത്തു പഴുത്തു തുടങ്ങി. 35ഓളം മുന്തിരിക്കുലകളാണ് വിളവെടുക്കാൻ പാകമായി കൊണ്ടിരിക്കുന്നത്. ഒരു കുലയിൽ 4 കിലോ വരെ മുന്തിരികൾ ലഭിക്കുന്ന ഇനമാണിത്. മുന്തിരി കൃഷി വിജയിച്ച സാഹചര്യത്തിൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കൃഷിയെ പ്രണയിക്കുന്ന ഈ യുവാവ്. TCV തൃശൂർ. KCBC മദ്യവിരുദ്ധ സമിതിയുടെ മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തകനുള്ള ആദരം മേജർ PJ ടൈജു ഏറ്റുവാങ്ങി. തൃശൂർ ബസലിക്ക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. KCBC അതിരൂപത മദ്യവിരുദ്ധ സമിതി ചെയർമാൻ ഡോക്ടർ ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ ഉപഹാരം നൽകി. അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷിനെ ചടങ്ങിൽ ആദരിച്ചു. മുരിയാടക്കോൾ മേഖല ചെമ്മണ്ട പുളിയംപാടം പാടശേഖര സമിതിയിൽ ഉൾപ്പെട്ട വെള്ളാനി പടിഞ്ഞാറേ അമ്മിച്ചാലിൽ 30 ഏക്കറിലധികം കൃഷി വെള്ളത്തിലായി. നിലവിലുള്ള മോട്ടോർ ഉപയോഗിച്ച് വെള്ളമൊഴുക്കിക്കളയാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു. വെള്ളം വറ്റിക്കാനുള്ള സംവിധാനം അടിയന്തരമായി ഒരുക്കിയില്ലെങ്കിൽ പാടശേഖരത്തിലെ കൃഷി പൂർണ്ണമായും നശിക്കും. വെള്ളം കയറിയ പാടശേഖരം BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ടയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. തൃശൂർ IFTTയും വടക്കാഞ്ചേരി ഫിലിം ആൻഡ് ഡ്രാമ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച വടക്കാഞ്ചേരി റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ ചലച്ചിത്ര നടൻ സിദ്ധാർത്ഥ് ഭരതൻ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ K. അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ പ്രിയനന്ദൻ മുഖ്യാതിഥിയായി. സംവിധായകൻ റഷീദ് പാറക്കൽ, ബാലതാരം ദുർഗ വിനോദ്, ചലച്ചിത്ര താരം രമ്യ, സംവിധായകൻ പ്രസാദ്, V. മുരളി, ശശികുമാർ കൊടക്കാടത്ത്, ഷാഹിദ റഹ്മാൻ, TS മായാദാസ്, ചന്ദ്രപ്രകാശ് ഇടമന, ജനറൽ കൺവീനർ ബിജു ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,515 രൂപ, പവന് 92,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. PM ശ്രീ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന CPIയെ അനുനയിപ്പിക്കാൻ CPM. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി. PM ശ്രീ വിഷയത്തിൽ CPMഉം CPIയും ഒത്തുകളിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. മണ്ണുത്തിയിൽ വൻ കവർച്ച. ബസ് ഉടമയെ ആക്രമിച്ച് കാറിലെത്തിയ സംഘം 75 ലക്ഷം രൂപ കവർന്നു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള നിരക്ക് കൂട്ടാൻ നീക്കം. ഇത് സംബന്ധിച്ച സെക്രട്ടറിയുടെ സർക്കുലർ കൌൺസിലർമാർക്ക് ലഭിച്ചു. വെള്ളക്കരം കൂട്ടാൻ നീക്കം നടക്കുന്നത് ഓഡിറ്റ് പരാമർശം ചൂണ്ടിക്കാട്ടി.
ദേശീയപാത ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. സിഗ്നൽ ശ്രദ്ധിക്കാതെ കടന്ന വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. എടമുട്ടത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് വീണ വീട്ടമ്മ ടിപ്പർ ലോറി ഇടിച്ചു മരിച്ചു. സഹപ്രവർത്തകയുടെ പരാതിയിൽ അച്ചടക്ക നടപടി നേരിട്ട തൃശൂരിലെ മുൻ ഡിവൈഎഫ്ഐ നേതാവിനെ CPM ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു. കൊടകര ഏരിയ കമ്മിറ്റി അംഗമാണ് NV വൈശാഖിനെ തിരിച്ചെടുത്തത്. ഗുരുവായൂരിൽ ആനത്താവളത്തിൽ ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി. കൊമ്പൻ രവികൃഷ്ണയാണ് ഇടഞ്ഞത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.